ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയറായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കടക്കം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് നീറ്റ് പരീക്ഷയിലൂടെ സാധ്യമാകേണ്ടത്. ആ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ സ്വാഭാവികമായും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷയിൽ കേരളത്തിൽ മാത്രം ആ നീറ്റിൽ ഇപ്പോൾ ക്രമക്കേടുകളുണ്ടെന്നും അപാകതകളുണ്ടെന്നുമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിശീലകരും പറയുന്നത്. നേരത്തെ അവർ ഉയർത്തിയിരുന്ന ഒറ്റപ്പെട്ട പ്രതികരണങ്ങളല്ല ഇപ്പോൾ, അതിൽ വസ്തുതകളുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ബോധ്യമാവുന്നു. അതിൽ സർക്കാരും നടപടിക്ക് നീങ്ങുമ്പോൾ അന്വേഷണ കമ്മീഷനെയൊക്കെ തീരുമാനിക്കുമ്പോഴും NTA പരീക്ഷ നടത്തില്ല എന്നാണ് പറയുന്നത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ, ഇപ്പോൾ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം ഇതിൽ പ്രതികരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. രാജ്യമൊട്ടാകെ നീറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയാണ്. നമുക്കറിയാം, മറ്റു ചില സംസ്ഥാനങ്ങളിൽ ചില പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടക്കുകയും ചോദ്യപേപ്പർ ചോർച്ച നടക്കുകയും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ നീറ്റ് പരീക്ഷയിലും ഇത്തരത്തിലൊരു ഗൂഢാലോചന നടന്നു എന്നതാണോ പ്രതിപക്ഷത്തിന്റെ വാദം? ഏത് രീതിയിലാണ് നീറ്റ് വിഷയം രാജ്യമൊന്നാകെ പടരുന്നത്? അരുൺ, മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിഷയത്തിലാണ് ഇപ്പോൾ നീറ്റ് വിവാദം ഉണ്ടായിരിക്കുന്നത്. പരീക്ഷാഫലം വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു. അതോടൊപ്പം രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും മാത്രമല്ല, ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഉയർത്തിയുള്ള ആരോപണങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഇത് ഉയർത്തിയുള്ള വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാർക്ക്, അതായത് 67 പേർക്ക് 1ാം റാങ്ക് കിട്ടിയത്, അതോടൊപ്പം തന്നെ ഹരിയാനയിൽ ഒരു സെൻട്രൽ എഴുതിയവർക്ക് മാത്രം 8 പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ച, അത്തരത്തിൽ അതോടൊപ്പം 718, 719 എന്നീ മാർക്കുകൾ ലഭിച്ച സാഹചര്യമൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. കോൺഗ്രസ് ആണ് ഇതിൽ പ്രധാനമായും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ആദ്യം ചോദ്യപേപ്പർ ചോർന്നെന്നും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ ഇതിൽ ക്രമക്കേട് ഉണ്ട് എന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നാണ് കനയ്യകുമാർ കഴിഞ്ഞ ദിവസം ആവശ്യം ഉന്നയിച്ചത്. കോൺഗ്രസ് എന്താണെങ്കിലും ഈ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള വരികയാണ്. പ്രധാനമായും വരുന്ന പാർലമെന്റ് സമ്മേളനത്തിലേക്ക് ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്താനുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം, ഇതൊരു ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഇതിനോടകം തന്നെ പരസ്യമായി തന്നെ ഇതിൽ ആക്ഷേപവും ഒപ്പം നിയമ നടപടിയുമായി രംഗത്തേക്ക് വന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി വരുമ്പോൾ ആ പരീക്ഷയും അതോടൊപ്പം പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ സംശയത്തിന് നിഴലിലേക്ക് കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ക്രമക്കേട് നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയതാണ് ഇതിൽ പ്രതിപക്ഷം ലക്ഷ്യം വെക്കുന്നത്. എന്താണെങ്കിലും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ നീറ്റ് വിഷയം ഒരു പ്രധാന വിഷയമായി തന്നെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. സത്യപ്രതിജ്ഞ കഴിഞ്ഞതിനു ശേഷം വരാൻ പോകുന്ന വർഷകാല സമ്മേളനത്തിൽ നീറ്റ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി പാർലമെന്റിൽ കത്തിക്കയറാൻ പോവുകയാണ്. നോബൽ, തുടരുക. നമുക്കിപ്പം ശ്രീജിത്തും ഒപ്പം VS രഞ്ജിത്തും ഉണ്ട്, അഷിൻ ഡിയാഗോയും ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ശ്രീജിത്തിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ശ്രീജിത്ത്, NTA പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്ന ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ചോദ്യപേപ്പറിലെ പിശകും NCERT പാഠപുസ്തകത്തിലെ പിഴവും ചൂണ്ടിക്കാട്ടി ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നതാണ് ആദ്യം നൽകിയ വിശദീകരണം. രണ്ടാമത്തെ വിശദീകരണമോ, 15 മിനിറ്റോളം വൈകിയെത്തിയ ചില സെന്ററുകളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ആവശ്യം മുൻനിർത്തി ഗ്രേസ് മാർക്ക് അനുവദിച്ചു. ഒന്നും രണ്ടുമല്ല, 15 മിനിറ്റുകളെ 15 ചോദ്യങ്ങളായി കണക്കാക്കി ഓരോ ചോദ്യത്തിനും 4 വീതം എന്ന രീതിയിൽ 60 മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്ക് അടക്കം നടത്തേണ്ട ഒരു എൻട്രൻസ് പരീക്ഷയിൽ ഇത്രയധികം ഗ്രേസ് മാർക്ക് സമയത്തിന്റെ പേരിൽ എങ്ങനെ നൽകും? അതും 6ഓ 7ഓ കേന്ദ്രങ്ങളിൽ മാത്രമായി ചുരുക്കുന്നൊരവസ്ഥയുണ്ടാവുന്നു. ആ നമ്പർ 3, ഇത് പരീക്ഷ എളുപ്പമായിരുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾ കൂടുതൽ മാർക്ക് വാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെയാണ് NTAയുടെ ന്യായീകരണം. ഈ ന്യായീകരണങ്ങളൊക്കെ നിലനിൽക്കുന്നതാണോ ശ്രീജിത്ത്? അരുൺ, NTAയുടെ ന്യായീകരണങ്ങൾ പലതും യുക്തിസഹമല്ല എന്ന് മാത്രമല്ല, ഈ ന്യായീകരണങ്ങൾക്കൊന്നും ഒരു വസ്തുതയുടെ പിൻബലവുമില്ല. ഒന്നാമത്തെ കാര്യം, ചോദ്യപേപ്പർ എളുപ്പമാണ് ആയതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ഉയർന്ന റാങ്കുകളും ഉയർന്ന മാർക്കും കിട്ടിയത് എന്നാണ് NTA മുന്നോട്ട് വെക്കുന്ന ഒരു വാദം. എന്നാൽ ഇത് ശരിയല്ല. 2022-ലും 2021-ലും ഒക്കെ തന്നെ ചോദ്യപേപ്പർ എളുപ്പമായിരുന്നു. എന്നാൽ അപ്പോൾ ഈ റാങ്ക് പട്ടിക ഇത്രയും ഉയർന്നിരുന്നില്ല. കഴിഞ്ഞ തവണ നമ്മളോട് സംസാരിച്ച ഇപ്പോൾ അസ്ന അസീം എന്ന ആലപ്പുഴ ജില്ലയിലെ പെൺകുട്ടിയുടെ മാർക്ക് കഴിഞ്ഞ തവണ 650 മാർക്ക് നേടിയ ഒരു കുട്ടിക്ക് ലഭിച്ചിരുന്നത് 6000 മുതൽ 7200 വരെയുള്ള റാങ്ക് പട്ടികയായിരുന്നാണ് അവർ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 650 മാർക്ക് വാങ്ങുന്ന ഒരാളുടെ റാങ്ക് പട്ടിക എത്തി നിൽക്കുന്നത് 29,000-ലാണ്. അപ്പോൾ ഇത് തന്നെ തീർത്തും അസ്വാഭാവികമായ ഒരു നടപടിയാണ്. മാത്രമല്ല, ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംശയിക്കുന്നതാണ്. ഈ പരീക്ഷ നടക്കുന്നതിന്റെ ദിവസം ഒരു കുട്ടി നേരത്തെ ബീഹാറിലെ ഒരു കേന്ദ്രത്തിൽ ഒരു കുട്ടി നേരത്തെ പരീക്ഷകളിൽ പുറത്തിറങ്ങി ചോദ്യം ചോർന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ചില ഓൺലൈൻ ദേശീയ മാധ്യമങ്ങളിൽ ഞാൻ
വായിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോദ്യപേപ്പർ ചോർച്ച എന്നതടക്കമുള്ള സംശയകരമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മറ്റൊരു വിഷയം ഗ്രേസ് മാർക്കിൻ്റെതാണ്. കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സമയം തികഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത്. എന്നാൽ ഈ ഗ്രേസ് മാർക്ക് നൽകുന്ന വിവരം NTA മറച്ചുവെച്ചു. പിന്നീട് കുട്ടികൾ ആവർത്തിച്ച് ഈ കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് ഗ്രേസ് മാർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാനദണ്ഡങ്ങളും വെളിപ്പെടുത്താൻ NTA തയ്യാറായത്. അതാണ് ഇവരുടെ വാദങ്ങളെ പൊളിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ എങ്ങനെയാണ്, അതായത് ചില കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് 403 മാർക്ക് വാങ്ങി കുട്ടിക്ക് 100-ലേറെ ഗ്രേസ് മാർക്ക് ലഭിച്ച് 500-ലേക്ക് അവരുടെ സ്കോർ ഉയർത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഈ കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേസ് മാർക്കിന്റെ മാനദണ്ഡം എന്തായിരുന്നു? നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ 4 മാർക്കാണ് ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ ലഭിക്കുന്നത്. അങ്ങനെ 15 മിനിറ്റ് വൈകിയാൽ 15×4 60 മാർക്ക് ലഭിക്കേണ്ടിടത്ത് നൽകുന്നു. അപ്പോൾ ഇത് ഒരു കുട്ടിക്ക് ഈ 15 മിനിറ്റ് കൊണ്ട് 60 മാർക്കിനുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ NTA പറയുന്ന വാദങ്ങൾ തീർത്തും തെറ്റാണ്. എന്നാൽ NTA ഇപ്പോൾ ഈ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെ പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചതായിട്ട് ഇപ്പോൾ വിവരമുണ്ട്. ആ സമിതി ഇത് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ പോലും കുട്ടികൾ ഉന്നയിക്കുന്നത് പുനർമൂല്യനിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പരീക്ഷ വീണ്ടും നടത്തണമെന്ന ആവശ്യമുണ്ട്. ഈ ആവശ്യങ്ങളോട് ഇതുവരെ NTA മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. NTA ഈ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ കണക്കിലെടുക്കുന്നതേയില്ല. NTA ഇപ്പോഴും ന്യായീകരണത്തിന്റെ ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഒരു ക്യാപ്സ്യൂൾ അത് NCERT പാഠപുസ്തകത്തിൽ വന്ന പിഴവ്, ചോദ്യത്തിൽ വന്ന പിഴവ്, അതിന് ഗ്രേസ് മാർക്ക് കൊടുത്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ ഇതാ നോക്കൂ, മൊത്തത്തിൽ 15 മിനിറ്റ് വൈകിയ ചില വിദ്യാർത്ഥികൾക്ക് 1 മിനിറ്റിൽ ഒരു ചോദ്യം എന്ന രീതിയിൽ 15 ചോദ്യങ്ങൾക്ക് 60 മാർക്ക് എന്ന രീതിയിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിരിക്കുന്നു. അതങ്ങനെയാണെങ്കിൽ രാജ്യമൊട്ടാകെ കൊടുക്കണ്ടേ? അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കുമെന്നൊരു സംവിധാനം വിദ്യാർത്ഥികളെ അറിയിക്കണ്ടേ? അതറിയിക്കാതെ 5-6 കേന്ദ്രങ്ങളിൽ മാത്രമായി ചുരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതിലേറ്റവും പ്രധാനപ്പെട്ട NTA ന്യായീകരണം പൊളിഞ്ഞു പോകാനുള്ള കാരണം. നമുക്കിപ്പം VS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, ഈ അനധികൃതമായിട്ടുള്ള ഗ്രേസ് മാർക്കിനെതിരെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികൾ കഴിഞ്ഞ തവണ 600-680 ഒക്കെ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ 20,000-നും പുറത്താണ് അവരുടെ റാങ്ക് ലിസ്റ്റിൽ അവരുടെ സ്ഥാനം എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. മാത്രമല്ല കൂടുതൽ യോഗ്യതയുള്ളവരും ചില പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കേന്ദ്രങ്ങളിലൊക്കെയായി ചുരുങ്ങുന്നൊരവസ്ഥയും ഉണ്ടാവുന്നു. ചോദ്യപേപ്പർ ലീക്ക് അടക്കം അവർ പ്രതിഷേധത്തിന്റെ കാരണമായി അറിയിക്കുകയും ചെയ്യുന്നു. ഗ്രേസ് മാർക്കിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ രഞ്ജിത്തിനോട് പറഞ്ഞത്? ഡോക്ടർ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ തമിഴ്നാടും മഹാരാഷ്ട്രയും ഒക്കെ ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ തന്നെ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാണ് സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കുട്ടികളുടെ വക്കാലത്തുമായി കുട്ടികൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ സർക്കാർ സമീപിക്കുമ്പോൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഗൗരവം ഉണ്ടാവും എന്നുള്ളതാണ്. തമിഴ്നാട് സർക്കാർ നേരത്തെ തന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോജിപ്പുകളൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്തവണ അവർ സർക്കാർ തലത്തിൽ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ സംസ്ഥാന സർക്കാരും ഇതേ രീതിയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി കോടതിയിൽ പോകാവുന്നതാണ്. കുട്ടികൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ എവിടെയും ഇത്തരത്തിൽ ഒരു ഗ്രേസ് മാർക്കിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ സമയത്തിന്റെ പ്രശ്നമുണ്ടാവുമ്പോൾ സമയത്തിന്റെ നിശ്ചിത സമയം എഴുതാൻ കിട്ടിയില്ല എങ്കിൽ ആ കുട്ടികൾക്ക് കോടതിയെ സമീപിക്കാമെന്നോ അല്ലെങ്കിൽ ആ കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹരാണെന്നോ നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള കോടതി വിധി എന്ന് പറയുന്നത് 2018 ലോ എൻട്രൻസുമായി ബന്ധപ്പെടുത്തി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവാണ്. ഈ ലോ എൻട്രൻസ് എക്സാം ക്ലാറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. ഈ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിന് കൊടുക്കുന്ന ഗ്രേസ് മാർക്ക് ഏത് മാനദണ്ഡത്തിലാണ് ഇപ്പോൾ നീറ്റ് പോലെ OMR ഷീറ്റിൽ എഴുതുന്ന ഈ കുട്ടികൾ പരീക്ഷാ പേപ്പർ കറുപ്പിച്ചുകൊണ്ട് എഴുതുന്ന ആ പരീക്ഷയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഇതേ രീതിയിൽ സമയം നഷ്ടപ്പെട്ട കുട്ടികൾ NTA-ക്ക് മെയിൽ അയച്ചിരുന്നു പരാതിയായി. ആ പരാതിക്ക് ഒരു മറുപടി പോലും NTA കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമെന്നൊരു ഓപ്ഷൻ പോലും കുട്ടികൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന വിവരം NTA മറച്ചുവെച്ചു എന്നുള്ളതാണ്. ഇത് പരസ്യമായി പറയുകയോ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്ന ശേഷം NTA ഇത് വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ
കാര്യങ്ങളിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വേണം എന്നുള്ളതാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. കാരണം നീറ്റ് പോലുള്ള പരീക്ഷകളിൽ ക്രമക്കേട് ഉണ്ടാകുമ്പോൾ അത് കുട്ടികളുടെ ഭാവിയെ മാത്രമല്ല, നാളെ ഡോക്ടർമാരായി പഠിച്ചിറങ്ങുന്നത് ഒരു സമൂഹത്തിലേക്കാണ് അവർ. ആ സമൂഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വരെ നയിക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു പരീക്ഷയുടെ ഫലമാണ് ഇപ്പോൾ ക്രമക്കേട് ആരോപിക്കപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ തലത്തിൽ ഇതിന് ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ചില വിദ്യാർത്ഥികൾ നിയമ നടപടിക്ക് പോകുന്നു എന്നാണ് അഷിൻ ഡിയാഗോ നമ്മൾ മനസ്സിലാക്കുന്നത്. അഷിൻ ഡിയാഗോയോട് സംസാരിച്ച വിദ്യാർത്ഥികൾ പറയുന്നത് എങ്ങനെയാണ്? അവർ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണോ അഷിൻ ഡിയാഗോ? അരുൺ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ പരീക്ഷകളിൽ ഒന്നാണ് നീറ്റ് പരീക്ഷ. ഈ നീറ്റ് പരീക്ഷ ഇത്തവണ എഴുതിയത് 24 ലക്ഷത്തോളം കുട്ടികളാണ്. ഇതിൽ 1 ലക്ഷത്തോളം സീറ്റുകൾ മാത്രമാണ് ഇവർക്ക് ലഭിക്കുക. കേരളത്തിൽ മാത്രം ഈ നീറ്റിൽ യോഗ്യത നേടിയിട്ടുള്ളത് 86 ലക്ഷത്തിലധികം, അതായത് 1 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികളാണ്. ഇതിൽ 4% വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പല സ്ഥലങ്ങളിലായി പലയിടങ്ങളിലായി സർക്കാരാണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ഈ രണ്ട് മേഖലകളിൽ ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുക. പക്ഷേ ഈ ഒരു ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെ ഈ ഒരു 24 ലക്ഷം കുട്ടികളുടെ ഒരു ഭാവി തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇവർ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടും ഇവരുടെ ഉപരിപഠനം ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല എന്നൊരു ആകുലതയാണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒപ്പം ഇവരെ പരിശീലിപ്പിച്ചെടുത്ത അധ്യാപകർക്കുമുള്ളത്. ഇതിൽ ഒരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ഇവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ പരീക്ഷ ഒന്നുകിൽ വീണ്ടും നടത്തുക, അല്ലെങ്കിൽ ഈ റീ ഇവാലുവേഷൻ നടത്തുക. ഇത് രണ്ടും ആണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലയിലുള്ള കുട്ടികൾ നാളെ സുപ്രീം കോടതിയിൽ സമീപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ കുറച്ചുപേർ ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ കൂട്ടത്തോടെ നാളെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രേസ് മാർക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണം. വിദ്യാർത്ഥികൾ പറയുന്നത് ഈ ഒരു ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്ന പരീക്ഷയിൽ ഗ്രേസ് മാർക്കിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. കാരണം 1-2 കേന്ദ്രങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന പിശക്, ആ കേന്ദ്രങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന കുട്ടികൾക്ക് മാർക്ക് ലഭിക്കുമ്പോൾ മറ്റു കുട്ടികൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നൊരു ആക്ഷേപം ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് അധ്യാപകരും പറയുന്നത്. മാത്രമല്ല, ഈ കോച്ചിങ് സെന്ററുകൾ തമ്മിലുള്ള ഒരു പ്രശ്നവും ഈ ഒരു കാര്യത്തിൽ ഉണ്ട്. മറ്റൊന്ന്, ഈ ചോദ്യപേപ്പർ ചോർച്ച. ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾ പറയുന്നത് ടെലഗ്രാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഈ 2 സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ നേരത്തെ തന്നെ ചോദ്യപേപ്പറുകൾ ലഭിച്ചിരുന്നു, അതിനുള്ള തെളിവുകൾ ഇവരുടെ പക്കലുണ്ടെന്നും ഒക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ 24 ലക്ഷം കുട്ടികൾ നിയമ നടപടിക്ക് പോകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് NTA മറുപടി നൽകേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. താങ്ക് യു. നമുക്കിനി ഈ വിഷയം വളരെ ആഴത്തിൽ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ എടുക്കുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം.